കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രോക്ഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ ആ ഒരു വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുശേഷം നടന്ന ഓരോ കാര്യങ്ങളും ഹൃദയം നുറുക്കുന്ന സംഭവങ്ങളാണ് എന്ന് വചനവും അതുപോലെ തന്നെ ചരിത്രവും പഠിപ്പിക്കുകയാണ്. എന്തുമാത്രം വേദനയും നൊമ്പരവുമായിരിക്കും ഓരോ അമ്മയുടെയും ജീവിതത്തിൽ അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കൺമുൻപിലിട്ട് കൊന്നുകളഞ്ഞപ്പോൾ. അത് ക്രിസ്തുവിന് വേണ്ടിയാണ് സന്തോഷത്തോടെ അവർ ഏറ്റെടുത്തുവെങ്കിലും വളരെ ഹൃദയം നുറുങ്ങുന്ന ഹൃദയഭേദകമായുള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ കേട്ട കാര്യം, റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം. അത്രമാത്രം നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥ. കാരണം ഹെറോദോസ് അവൻ പറ്റിക്കപ്പെട്ടു എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവനെ നശിപ്പിക്കുന്ന, അവനേക്കാളും വലിയ രാജാവ്, യഹൂദരുടെ രാജാവ്, ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ് അവനെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൊല്ലുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ഒന്നും അറിയത്തില്ലാത്ത മിണ്ടാപ്രാണികളായിട്ടുള്ള കുഞ്ഞുമക്കളെ എല്ലാം കൊന്നൊടുക്കും. അതുകൊണ്ട് തിരുസഭയിൽ ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും 28-ാം തീയതി കുഞ്ഞുമക്കളെയൊക്കെ ദേവാലയത്തിൽ കൊണ്ടുവരും. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവെ ഇവരെ സ്വീകരിക്കണമേ എന്ന് എല്ലാ ദിവസവും ആ ദിവസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ശിശുക്കൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹത്തിലും ദൈവാശ്രയ ബോധത്തിലും ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുവാനായിട്ടുള്ള ഒരു പരിശ്രമവും പ്രാർത്ഥനയും നമുക്ക് അവർക്ക് വേണ്ടിയുണ്ടാകും. കാരണം ഇന്ന് പല രീതികളിൽ കുഞ്ഞുമക്കളുടെ വളർച്ചയിലും വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒക്കെ തകർച്ചകൾ സംഭവിക്കുകയാണ്. ചെറുപ്പം മുതലേ അവരെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അവിടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നത്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നത് ഒരു വലിയ നേട്ടമാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു തിരുനാളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളിന്ന് വായിച്ചു കേട്ട 1-ാമത്തെ വായനയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്, അത് പ്രധാനമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ഒരു വളർച്ച നേടേണ്ടവരാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ എപ്പോഴും കൂടെ പറയുന്ന കാര്യം ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ അടിസ്ഥാനമായ സ്വഭാവത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുക. തൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടുമൊക്കെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുന്നവരോട് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പാപത്തിലേക്ക് വീഴാതിരിക്കുവാനും
പാപത്തിൽ നിന്ന് മാറി ദൈവത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുവാനുമായിട്ട് അതിനു വേണ്ടിയാണ് ഇത്രമാത്രം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നൊരു കാര്യം പ്രകാശമാണ്. അതുകൊണ്ട് പ്രകാശമായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. അതായത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മളായിരിക്കണം. ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്ത്യാനി കൂട്ടായ്മ പടുത്തുയർത്തുന്നവനാണ്. കൂട്ടായ്മ പടുത്തുയർത്തുന്നവനാണ്. അവൻ വിശ്വസിക്കുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിത്വൈക ദൈവമാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഓരോ പ്രവൃത്തിയിലും ഈ ഒരു കൂട്ടായ്മ കൊണ്ടുവരണം. നമുക്കറിയാം, നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു സെൽഫി സംസ്കാരമാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളും കാണുകയാണെങ്കിൽ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനേക്കാളും ഉപരിയായി മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിലും മറ്റുള്ളവരുടെ ഭൗതിക ജീവിതത്തിലൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഓരോ ക്രിസ്ത്യാനിയും കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. വീണ്ടും പറയുന്നത്, നമ്മളിൽ പാപമില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തെ മനസ്സിരുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. പലപ്പോഴും കുമ്പസാരം എന്ന കൂദാശയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങി വരുമ്പോൾ എന്തുമാത്രം ആ ഒരു പ്രാധാന്യം നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം ഒരുക്കം കുമ്പസാരം എന്ന കൂദാശ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വലിയ പാപമൊന്നും ചെയ്യാറില്ല, ഞാൻ വലിയ കുറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ ഘോരമായ പാപങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരെ കാണാറുണ്ട്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ എന്തുമാത്രം ബലഹീനരാണ്, എന്തുമാത്രം പോരായ്മകളുള്ളവരാണ്. ഓരോ നിമിഷവും നമുക്ക് വീഴ്ചകളുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പലപ്പോഴും ഞാൻ ഒത്തിരി ആളുകളോട് കുമ്പസാരിക്കാൻ വരും, അവരോട് പറയാറുള്ള കാര്യമാണ്, കുമ്പസാരം എന്ന കൂദാശയുടെ ഏറ്റവും വലിയ മഹത്വം ദൈവം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയും. അത്രമാത്രം സ്നേഹത്തോടെ കാരുണ്യത്തോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന കൂദാശയാണ് ഓരോ കുമ്പസാരം. അതിനുശേഷം നമ്മൾ എന്തുമാത്രം എളിമപ്പെടാൻ പരിശ്രമിക്കുന്നോ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ടാണ് വൈദികൻ്റെ മുമ്പിലായതുകൊണ്ട് മുട്ടുകൂത്തി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത്. സ്വയം എളിമപ്പെടുകയാണ്. സ്വയം എളിമപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ ആരോടും പറയാൻ ആഗ്രഹിക്കാത്തതും മടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമ്മളത് ഏറ്റുപറയുമ്പോൾ അത്രമാത്രം എളിമപ്പെടുകയാണ് നമ്മൾ പോലും അറിയാതെ. ആ ഒരു എളിമപ്പെടലിൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. രണ്ടാമതായിട്ട് ഒരു വലിയ ചങ്കൂറ്റം നമുക്ക് ആവശ്യമാണ്. എൻ്റെ ബലഹീനതകൾ ഇതാണ്. ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും അവിടെ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വെക്കുക, നമ്മളിൽ പാപമില്ല എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കണം. മറിച്ച് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് കീഴിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനും വിശുദ്ധിയിൽ വളരാനും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധരായിട്ട് മാറണമെന്നുള്ളതാണ്. ഇന്ന് കുഞ്ഞു പൈതങ്ങൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധരായി ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. അവരുടേതായ തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ ആ ഒരു വലിയ ത്യാഗമെടുത്തവരാണ്. പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുമക്കളെയും ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം നമ്മൾ നിറയുവാനും നമ്മുടെ കുഞ്ഞുമക്കളും നമ്മൾ ഓരോരുത്തരും ദൈവാശ്രയ ബോധത്തിൽ വളരുന്നവരായിട്ട് മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.